നമസ്കാരം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലെ മലിനജലം പൊതുകാനയിലൂടെ ഒഴുക്കിവിടുന്നത് പതിവാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. പകർച്ചവ്യാധികൾ പിടിപെടുമെന്നും ആശങ്ക. വരവൂർ തളിയിൽ ആന ഇടഞ്ഞ് റോഡിൽ നിന്നത് പരിഭ്രാന്തി പരത്തി. പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞ് റോഡിൽ നിലയുറപ്പിച്ചത്. ചാവക്കാട് നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനും സുഗമമായ യാത്രയ്ക്കുമായി ട്രാഫിക് പരിഷ്കരണത്തിൽ മാറ്റങ്ങൾ വേണമെന്ന പ്രതിനിധികൾ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണം വെള്ളി പണനിക്ഷേപം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ സമ്പൂർണ്ണ സമിതി യോഗം. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലെ മലിനജലം പൊതുകാനയിലൂടെ ഒഴുക്കിവിടുന്നത് പതിവാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ കുറുക്കൻപാറയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള മലിനജലമാണ് പൊതുകാനയിലൂടെ ഒഴുക്കിവിടുന്നത്. ആശുപത്രിക്ക് മുന്നിലുള്ള പൊതുകാനയിലൂടെ ഒഴുക്കുന്ന മലിനജലം റോഡ് മറികടന്നുള്ള ഭാഗത്ത് കെട്ടിക്കിടക്കുകയാണ്. രൂക്ഷമായ ദുർഗന്ധം വമിച്ചതോടെയാണ് സമീപവാസികൾ വിവരമറിയുന്നത്. ആശുപത്രിയെ സമീപിച്ചപ്പോൾ ശുദ്ധീകരിച്ച വെള്ളമാണ് ഒഴുക്കിവിടുന്നത് എന്നായിരുന്നു ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മറുപടി. എന്നാൽ അർദ്ധരാത്രിയും അതിരാവിലെയും ആശുപത്രി അധികൃതർ മലിനജലം ഒഴുക്കിവിടാറുണ്ടെന്നും സംഭവത്തിൽ മുൻപ് പരാതി നൽകിയിരുന്നതായും ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പ് ജീവനക്കാർ പറഞ്ഞു. നല്ല സ്മെല്ലാണ്. ഞങ്ങൾ രാവിലെ വെളുപ്പിന് വന്നിട്ട് 6 മണിക്ക് തുടങ്ങിയാണ്. എന്റെ തലക്ക് മത്ത് പിടിക്കുന്നത്. അപ്പൊ നിങ്ങളത് പരാതി പറഞ്ഞിട്ടില്ലേ? മുനിസിപ്പാലിറ്റി പരാതി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല. കെട്ടിക്കിടക്കുന്ന മലിനജലം സമീപത്തെ സ്വകാര്യ കോളേജിലേക്കും ഒഴുകുന്നുണ്ട്. പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുമുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ ആശുപത്രിയുടെ ജനദ്രോഹ നടപടിക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. രാത്രിയും പകരുന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് വേസ്റ്റ് വാട്ടർ ഒഴിച്ച് സ്മെല്ലടിച്ച് ഇവിടെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. ടോയ്ലറ്റിന്റെ വേസ്റ്റും അവിടെ കഴുകിയ ബോൺസ് കഴുകിയിട്ടുള്ള വേസ്റ്റ് ഒക്കെയാണ് ഇതിൽ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ എന്തായാലും തീരുമാനം എടുക്കണം. അവിടെ പോയി പറഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് ഞങ്ങൾ ക്ലീൻ ചെയ്ത വെള്ളമാണ് വരുന്നത്. നിങ്ങൾ ആ കാനയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കറുത്ത കളറുള്ള വെള്ളമാണ് വരുന്നത്. ഭയങ്കര സ്മെല്ലും. ഇത് തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ഇതാണ് സ്കൂളാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പകർച്ചവ്യാധി വരുന്നൊരു സംഭവമാണ്. അത് തീർച്ചയായും പെട്ടെന്ന് തന്നെ അധികാരികൾ ശ്രദ്ധിച്ച് ഇത് തീരുമാനമെത്തിക്കേണ്ടതാണ്. അത് ഓൾറെഡി കിണറ്റിലേക്ക് ഇറങ്ങി പോകണം. അത് അവരോട് സംസാരിച്ച് അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരോട് സംസാരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യാൻ പറയും. അവർ വെറുതെ നടത്തുന്ന ഹോസ്പിറ്റലൊന്നുമല്ല, പൈസയ്ക്ക് നടത്തുന്ന ഹോസ്പിറ്റലാണ്. അങ്ങനെ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾ എന്തായാലും പ്രതികരിക്കും. വരവൂർ തളിയിൽ ആന ഇടഞ്ഞ് റോഡിൽ നിന്നത് പരിഭ്രാന്തി പരത്തി. പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞ് റോഡിൽ നിലയുറപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 11:15 സംഭവം. 3 മാസമായി തളിയിലെ പറമ്പിൽ ആനയെ തളച്ചിരുന്നു. കെട്ടഴിഞ്ഞ ആന തളി ശിവക്ഷേത്രത്തിന് സമീപമുള്ള റോഡിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഇതേ തുടർന്ന് റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പാപ്പാന്മാർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പാഴായി. 1 മണിക്കൂറിന് ശേഷം എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി ആനയെ തളച്ചു. ചാവക്കാട് നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനും സുഗമമായ യാത്രയ്ക്കുമായി ട്രാഫിക് പരിഷ്കരണത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ചാവക്കാട് ടൗണിലെ പ്രധാന ഭാഗങ്ങളിൽ മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ സ്ഥാപിക്കുക, ഫുട്പാത്തുകളിൽ കാൽനടയാത്രക്കാർക്ക് തടസ്സമായി കിടക്കുന്ന കേബിളുകളും വൈദ്യുതി കമ്പികളും മാറ്റുക, സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ മത്സ്യങ്ങൾ മാർക്കറ്റുകളിൽ വിൽക്കുന്നതായും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു. മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയ ചാവക്കാട് മുതൽ പഞ്ചാരമുക്ക് വരെയുള്ള റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനാൽ കരാറുകാർക്കെതിരെ നടപടി സ്വീകരിക്കുക. ചാവക്കാട് പുന്നയിൽ കുടിവെള്ള പൈപ്പുകളിൽ നിന്നും ചുവപ്പ് കലർന്ന കലങ്ങിയ വെള്ളമാണ് വരുന്നതെന്നും വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ ടി സൂരജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MK ഷംസുദ്ദീൻ, KH ഷാഹുൽ ഹമീദ്, TP ഷാഹു, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണം, വെള്ളി, പണനിക്ഷേപം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ സമ്പൂർണ്ണ സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും വോട്ട് ചോദിക്കാൻ യോഗ്യതയില്ലെന്നും പ്രധാനമന്ത്രി കേരളത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികൾ ഏറ്റുപിടിക്കുകയാണ് പിണറായി വിജയനെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്ററും ജില്ലാ കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയടത്തും അവതരിപ്പിച്ചു. ചടങ്ങിൽ കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ ദയാനന്ദൻ മാമ്പുള്ളി, IN രാജേഷ്, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, മേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ തുടങ്ങിയവർ സംസാരിച്ചു. കോടി ജനങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി 5 കിലോ അരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പട്ടിണി മരണം ഭാരതത്തിലില്ല. കൊറോണയുടെ സമയത്ത് പോലും പട്ടിണി മരണം ഉണ്ടായിട്ടില്ല. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാകും. എന്താ ഇനി പറയാൻ കാരണം എന്നറിയാം? അദ്ദേഹത്തിന് ഉറപ്പാണ് 5 കിലോ അരി മൂടി കൊടുക്കുന്നുണ്ടല്ലോ. 5 കിലോ അരി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പാവങ്ങൾ അത് കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ്, അതിന്റെ ബലത്തിലാണ് പറയുന്നത് കേരളത്തിൽ ഇനി ദരിദ്രരുണ്ടാവില്ല. എടക്കഴിയൂരിൽ ചരക്ക് ലോറി ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് നിന്ന് പാലയിലേക്ക് പോവുകയായിരുന്ന ലോറി എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിന് സമീപമാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ മുന്നിലെ ടയറുകൾ ഊരിപ്പോവുകയും ഡീസൽ ടാങ്ക് പൊട്ടി റോഡിലേക്ക് പരക്കുകയും ചെയ്തു. തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായി. ഫയർഫോഴ്സ് എത്തിയാണ് റോഡിലെ ഡീസൽ വൃത്തിയാക്കിയത്. പുന്നേർകുളം നാലാപ്പാട് സാംസ്കാരിക സമിതി നാലപ്പാട്ട് നാരായണ മേനോൻ ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും ചൊവ്വാഴ്ച സംഘടിപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് കുന്നത്തൂർ മനഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നാലപ്പാടൻ പുരസ്കാരം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദന് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ CR പ്രസാദ് സമ്മാനിക്കും. സമിതി പ്രസിഡന്റ് TP ഉണ്ണി അധ്യക്ഷനാകും. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തും. കോമളവല്ലിയുടെ കവിതാ സമാഹാരം പ്രകാശനവും ചടങ്ങിൽ നടക്കും. നാലാപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി ഭാരവാഹികളായ AK സതീഷ് കുമാർ, ചോ മുഹമ്മദ് ഉണ്ണി, P. രാമദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചൊവ്വന്നൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിമുക്ത കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് വേൾഡ് റെക്കോർഡ് ഗിന്നസ് വിന്നേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂർ ഉദ്ഘാടനം ചെയ്തു. സംഘടന ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷത വഹിച്ചു. യോഗത്തിന് വൈസ് പ്രസിഡന്റ് AC രാമു സ്വാഗതം പറഞ്ഞു. KSEASL തൃശൂർ ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ, തൃശൂർ ജില്ലാ മഹിളാ വിംഗ് പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ എന്നിവർ മുഖ്യാതിഥികളായി. സെക്രട്ടറി KM നന്ദകുമാർ വാർഷിക റിപ്പോർട്ടും സംഘടനാ ട്രഷറർ MO ഫിലിപ്പോസ് വാർഷിക കണക്കും അവതരിപ്പിച്ചു. കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ഒരാൾ ജീവിതത്തിലൊരു ഡ്യൂട്ടിയായി പട്ടാളം അല്ലെങ്കിൽ മിലിറ്ററിയിൽ ജോലി ചെയ്യുമ്പോൾ അവൻ തൻ്റെ ജീവനേക്കാളും രാജ്യത്തിൻ്റെ സുരക്ഷയാണ്, ദേശീയ ബോധമാണ്, തൻ്റെ ജീവനേക്കാളും ഞാൻ വില നൽകുന്നത് എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു പ്രതിജ്ഞ ഉള്ളതുകൊണ്ടാണ് ഒരാൾ പട്ടാളക്കാരനായി മാറുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എൽദോമോർ ബസേലിയോസ് ബാവയുടെ 340ാമത് ഓർമ്മ പെരുന്നാളും ബാവയുടെ തിരുശേഷിപ്പ് വണക്കവും ഭക്തിസാന്ദ്രമായി. ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ഓർമ്മ പെരുന്നാൾ ആഘോഷം. ശനിയാഴ്ച സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ സന്ദേശവും നൽകി. ആശീർവാദവും നേർച്ച വിതരണവും ഉണ്ടായി. ഞായറാഴ്ച രാവിലെ മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മോർ സ്തെഫാനോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയും പെരുന്നാൾ സന്ദേശവും നൽകി. തുടർന്ന് വെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണവുമുണ്ടായി. മുത്തുക്കുടയേന്തിയും ബാവയോടുള്ള അപേക്ഷകൾ ചൊല്ലി നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. ഇടവക ദിനത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർ, ഭദ്രാസന തലത്തിൽ വിജയിച്ചവർ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന പരിശുദ്ധ എൽദോ മോർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് പ്രത്യേക പ്രാർത്ഥനകൾക്കു ശേഷം പള്ളി മണികളടിച്ച് മെത്രാപ്പൊലീത്ത പേടകത്തിൽ നിന്നും പുറത്തെടുത്തു.
ധൂപപ്രാർത്ഥനയും ആശീർവാദത്തിനു ശേഷം വിശ്വാസികൾ തിരുശേഷിപ്പ് വണങ്ങി നേർച്ചസദ്യയുമുണ്ടായി. വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നിൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 69ാം ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി 21ാമത് അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം ചിത്രകലാ അധ്യാപകൻ ഡേവിസ് വേലൂപ്പാടം നിർവഹിച്ചു. പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ സിസ്റ്റർ വിന്നി, ചിത്രകലാ അധ്യാപക ജിനീഷ ജോൺ, പോൾ മണ്ടുമ്പാൽ, MV വിൽസൺ, TI ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി 9 സെന്ററുകളിലാണ് മത്സരം സംഘടിപ്പിച്ചത്. വിജയികൾക്ക് ഒക്ടോബർ 13 ശ്രാദ്ധദിനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഭാരവാഹികളായ TO തോമസ്, MJ ജോഫി, KJ ജോൺസൺ, മേഘ ജോഷി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് പള്ളിയിലെ മത്യാസ് സ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ വെള്ളി ശനി ദിവസങ്ങളിലായി ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് കുന്നംകുളം ഭദ്രാസനാധിപനും ഇടവകാംഗവുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്തു. തുടർന്ന് സന്ധ്യാനമസ്കാരവും പ്രദക്ഷിണവും നേർച്ച വിളമ്പലും നടത്തി. ശേഷം പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ വാദ്യഘോഷങ്ങൾ നടന്നു. ശനിയാഴ്ച രാവിലെ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കാർമ്മികനായി 3 കുർബാനയും തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും നേർച്ച വിളമ്പലും നടത്തി. യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടവകയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ തിരുമേനി ആദരിച്ചു. വൈകിട്ട് പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ നടന്നു. ഇടവക വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത്, ട്രഷറർ ലിജു സി ഇട്ടൂപ്പ്, സെക്രട്ടറി MU ബിനുരാജൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവകയിലെ മറ്റ് ആത്മീയ സംഘടനകളും നേതൃത്വം നൽകി. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കടങ്ങോട് മൾട്ടിപർപ്പസ് സഹകരണ സംഘം സ്ഥാപക നേതാവുമായിരുന്ന TK ശിവശങ്കരന്റെ സ്മരണാർത്ഥമായി 25ലധികം കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ചികിത്സാ സഹായം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നൈപുണ്യ വികസന കേന്ദ്രം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിലെ അറിവുകളും കഴിവുകളും വളർത്തുക, പഠനത്തോടൊപ്പം തൊഴിലും പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സർവശിക്ഷ കേരള നൈപുണ്യ വികസന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ PTA കമ്മിറ്റി തയ്യാറാക്കിയ സ്കൂളിന്റെ ലോഗോയുടെ പ്രകാശനവും MLA നിർവഹിച്ചു. വിദ്യാഭ്യാസത്തെയും കുട്ടികളുടെ അറിവിനെയും തൊഴിലുമായി ബന്ധപ്പെടുത്തുന്നതോടൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് നാടിന്റെ സമ്പദ് വ്യവസ്ഥ ഉയർത്തുക എന്ന സർക്കാർ ഉദ്ദേശമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നതെന്ന് MLA പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ അറിവുകളുണ്ട്, നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. അതുവഴി പരിശീലിപ്പിക്കാൻ കഴിയണം. ആ പരിശീലനത്തിന്റെ ഭാഗമായി ധാരാളം തൊഴിലവസരങ്ങൾ നാട്ടിലുണ്ടാകും, പുറത്തുണ്ടാകും. അപ്പം അത്തരം അവസരങ്ങളെ അവർക്ക് ലഭ്യമാകണമെങ്കിൽ ഞാൻ ഡിഗ്രിയുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ലഭ്യമാവില്ല. ഏതെങ്കിലും ഒരു തൊഴിലിനോട് അഭിരുചി ഉണ്ടായി അത് പഠിച്ച് ഏത് സ്ഥാപനത്തിലാണ് തൊഴിൽ, അവർക്ക് ആവശ്യമുള്ള സ്കിൽ എന്താ അത് പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരിക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ വിശിഷ്ടാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ TS മണികണ്ഠൻ, NK ഹരിദാസൻ, പഞ്ചായത്ത് മെമ്പർമാരായ KT ഷാജൻ മാസ്റ്റർ, ബിന്ദു മനോഹരൻ, പ്രധാന അധ്യാപിക മേഴ്സി മാത്യു, പ്രിൻസിപ്പൽ ജനീർലാൽ എന്നിവർ സംസാരിച്ചു. SSK തൃശൂർ DPO KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് സാബു അയ്നൂർ സ്വാഗതവും പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി നന്ദിയും പറഞ്ഞു. നിലവിൽ വിദ്യാർത്ഥികൾക്ക് സോളാർ LED ബൾബ് നിർമ്മാണം, ഗ്രാഫിക് ഡിസൈനിംഗ് എന്നിവയിൽ പദ്ധതിയിലൂടെ പരിശീലനം നൽകി വരുന്നുണ്ട്. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിലെ വടക്കുഭാഗത്തുള്ള ത്രോണോസിൽ പരിശുദ്ധ യെൽദോമാർ ബസേലിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. ഞായറാഴ്ച നടന്ന പെരുന്നാളിന് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും നേർച്ചയും ഉണ്ടായി. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സജയ് ജോസ് നേതൃത്വം നൽകി. വൈദിക സെമിനാരി ദിനത്തിന് പ്രത്യേക പ്രാർത്ഥനയും നടത്തി.
ഓൾ കൈൻഡ്സ് വെൽഡേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം നിലച്ചുപോയ ഉപകരണങ്ങൾ ഉപയോഗയോഗ്യമാക്കുന്ന പ്രവൃത്തി സംഘടിപ്പിച്ചു. താലൂക്ക് ആശുപത്രിയിൽ നടന്ന രണ്ടാംഘട്ട പരിപാടി ഡോക്ടർ വിന്നി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അനീഷ് പുത്തഞ്ചിറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി രാജേഷ് തിച്ചൂർ, സംസ്ഥാന സമിതി അംഗം ജോഗി കൈമൾ എന്നിവർ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സുനിൽ കാരയിൽ സ്വാഗതവും ജില്ലാ ട്രഷറർ ബിജിത്ത് നന്ദിയും പറഞ്ഞു. ജില്ലാ മേഖലാ ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. എടക്കര ജുമാ മസ്ജിദിൽ റബി ഉൽ അവൽ 1 മുതൽ ആരംഭിച്ച മൗലിദ് മജ്ലിസിന്റെ സമാപനവും ആണ്ട് റാത്തീബും പ്രാർത്ഥനാ സംഗമവും നടത്തി. ശനിയാഴ്ച മഗ്രിബിന് ശേഷം നടന്ന റാത്തീബ് മജ്ലിസിന് നിയാസ് സഖാഫി, ഹുസൈൻ ബാഘവി, ഉവൈസ് സഖാഫി എന്നിവർ നേതൃത്വം നൽകി. മഹല്ല് ഖത്തീബ് VK അബൂബക്കർ ലത്തീഫി സമാപന പ്രാർത്ഥന നടത്തി. റാത്തീബിനോടനുബന്ധിച്ച് ഭക്ഷണ വിതരണവും ഉണ്ടായി. ഞായറാഴ്ച രാവിലെ 10:30 നടന്ന ഭക്ഷണ വിതരണത്തിന് അഷ്റഫ്, ബക്കർ, നൌഫൽ, അലി, കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം 1000 കിലോഗ്രാം ഉപ്പ് കൊണ്ട് നിർമ്മിച്ച പുനേർകുളം അമൽ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ബിഗസ്റ്റ് സാൾട്ട് പ്രൊട്ടക്ട് ഓഫ് മഹാത്മാഗാന്ധി ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി ചരിത്രമെഴുതി. 12,052 ചതുരശ്രയടി വിസ്തീർണത്തിൽ തീർത്ത ഭീമാകാരമായ ചിത്രം സ്കൂളിലെ ചിത്രകലാധ്യാപകൻ പ്രജിത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെ 1524 പേർ ചേർന്ന് 6 മണിക്കൂർ കൊണ്ടാണ് തയ്യാറാക്കിയത്. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ അലി പഷ്ണത്തയിൽ അധ്യക്ഷത വഹിച്ചു. ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഹോൾഡേഴ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താറാദൂർ ഫലപ്രഖ്യാപനം നടത്തി. റെക്കോർഡ് സർട്ടിഫിക്കറ്റ് സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ അലി പഷ്ണത്തയിൽ, സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ എന്നിവർക്ക് കൈമാറി. ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രേമാനന്ദകൃഷ്ണൻ, വടക്കേക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ രമേശൻ, പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ യു ശ്രീജി, വാർഡ് മെമ്പർ ദേവകി ശ്രീധരൻ, PTA പ്രസിഡന്റ് ഷഹീർ എന്നിവർ സംസാരിച്ചു. കുതിരാൻ തുരങ്കം തുറന്നുകൊടുത്തത് മുതൽ പഴയന്നൂർ പഞ്ചായത്തിലെ എളനാട് മുതൽ വടക്കാഞ്ചേരി വരെയുള്ള മലയോര മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി സുലൈഖ അസീസ് പറഞ്ഞു. സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക, മയിൽ, കുരങ്ങൻ തുടങ്ങിയ ജീവികളെ പിടികൂടി കൂട്ടിലടച്ച് വംശവർദ്ധനവ് തടയുക, മാൻ, പന്നി, മലയണ്ണാൻ തുടങ്ങിയ ജീവികളിൽ നിന്നും കൃഷി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VA ഷെമിയ അധ്യക്ഷത വഹിച്ചു. FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട്, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട്, CV ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. ആർത്താറ്റ് ഹോളി ക്രോസ് റോഡിൽ താമസിക്കുന്ന വാഴപ്പള്ളി ഫ്രാൻസിസ് ഭാര്യ ജാൻസി നിര്യാതയായി. 66 വയസ്സായിരുന്നു. ഫിൻസി, ജിഫി എന്നിവർ മക്കളാണ്. സംസ്കാരം ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. കേച്ചേരി ചിറനെല്ലൂർ വീട്ടിൽ അച്ചുമകൻ ബാബു നിര്യാതനായി. ഷീജ ഭാര്യയും കൃഷ്ണ മകളുമാണ്. സംസ്കാരം നടത്തി. തയ്യൂർ പേരാമംഗലം അന്തോണി മകൻ ഷാജു നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം തയ്യൂർ നിത്യസഹായമാതാ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. സിജി ഭാര്യയും ഷിൻസി, സിസ്റ്റർ അനു എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലെ മലിനജലം പൊതുകാനയിലൂടെ ഒഴുക്കിവിടുന്നത് പതിവാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. പകർച്ചവ്യാധികൾ പിടിപെടുമെന്നും ആശങ്ക. വരവൂർ തളിയിൽ ആന ഇടഞ്ഞ് റോഡിൽ നിന്നത് പരിഭ്രാന്തി പരത്തി. പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞ് റോഡിൽ നിലയുറപ്പിച്ചത്. ചാവക്കാട് നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനും സുഗമമായ യാത്രയ്ക്കുമായി ട്രാഫിക് പരിഷ്കരണത്തിൽ മാറ്റങ്ങൾ വേണമെന്നും പ്രതിനിധികൾ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണം, വെള്ളി, പണനിക്ഷേപം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ സമ്പൂർണ്ണ സമിതി യോഗം. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.